ഇപ്പോൾ ഓൾറെഡി നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഫേസ്ബുക്കിൽ നിന്ന് ലീഡ്സ് വന്നു കഴിഞ്ഞാൽ വാട്സപ്പിനെ കണക്ട് ചെയ്യുന്നത് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് വേറെ ഏതൊക്കെ പ്ലാറ്റ്ഫോംസിനെ കണക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. നമുക്കൊന്ന് വാട്സപ്പ്, ഇപ്പോൾ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ വാട്സപ്പിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വാട്ടി അല്ലെങ്കിൽ വാട്സപ്പിൻ്റെ തന്നെ ഒഫീഷ്യൽ APIsകൾ കാര്യങ്ങൾ അവൈലബിൾ ആണ്. അത് വെച്ചിട്ട് നമുക്ക് വാട്സപ്പിനെ തന്നെ ഡയറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്യാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ വാട്സപ്പിൻ്റെ തേർഡ് പാർട്ടി APIsകൾ നമുക്ക് പല സൈറ്റുകളിൽ നിന്ന് കിട്ടും. പക്ഷേ അത് അൺഓതറൈസ്ഡ് ആണെന്ന് പറയാം നമുക്കതിനെ. അത് നമ്മളെ വാട്സപ്പ് ബ്ലോക്ക് ആവാനുള്ള കാര്യങ്ങളൊക്കെ സാധ്യതയുണ്ട്. വാട്സപ്പിൻ്റെ കേസ് പറഞ്ഞു. പിന്നെ ഇതുപോലെ തന്നെ നമുക്ക് രണ്ടാമതായിട്ട് നമുക്ക് ഇമെയിൽ മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോമുകൾ, നമുക്കിപ്പോൾ മെയിൽ സിമ്പ് അല്ലെങ്കിൽ മെയിലർ ലൈറ്റ്, അതുപോലെ പല ഇമെയിൽ മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോംസുകൾ നമുക്കുണ്ടാവും. അപ്പോൾ ആ ഒരു ഇമെയിൽ മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോമിലേക്ക് കണക്ട് ചെയ്യുന്ന വഴി നമുക്ക് അവരിലേക്ക് ഒരു വെൽക്കം ഇമെയിൽസ് കാര്യങ്ങളൊക്കെ അയക്കാൻ പറ്റും. ഇനി ഇതല്ലാതെ നമുക്ക് SMS മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോംസുകൾ ഉണ്ടെങ്കിൽ നമുക്കൊരു SMS നിങ്ങൾ ലീഡ് സബ്മിറ്റ് ചെയ്തതിന് നമ്മളെ എക്സിക്യൂട്ടീവ് ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുന്ന പറഞ്ഞിട്ടുള്ള ഒരു SMS അയക്കാൻ വേണ്ടിയിട്ടുള്ള SMS മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോമിലേക്ക് നമുക്ക് വേണമെങ്കിൽ കണക്ട് ചെയ്യാം. ഇനി അതല്ലെങ്കിൽ ടെലഗ്രാം കണക്ട് ചെയ്യാം, ജിമെയിലിലേക്ക് കണക്ട് ചെയ്യാം. അങ്ങനെ പല ഓപ്ഷൻസിലേക്കും നമുക്ക് ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കണക്ട് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും.